സ്നേഹമുള്ളവരെ, ഇന്ന് മിഷൻ ഞായറാണ്. ഇന്ന് നമുക്ക് ധ്യാനിക്കാനുള്ള സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള തിരുവചന ഭാഗമാണ്. ഇതിന് തത്തുല്യമായ സുവിശേഷ ഭാഗങ്ങൾ വരുന്ന ഞായറാഴ്ചകളിൽ, അടുത്ത ഞായറാഴ്ചകൾ നമുക്ക് ധ്യാനിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സുവിശേഷത്തിൻ്റെ ഒരു വ്യാഖ്യാനം എന്നതിനേക്കാൾ കൂടുതലായിട്ട് മിഷൻ ഞായറിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയാം എന്ന് വിചാരിക്കുകയാണ്. 1926 11-ാം പിയൂസ് പാപ്പയാണ് ആഗോള കത്തോലിക്ക സഭയിൽ മിഷൻ ഞായർ ആചരിക്കണം എന്ന് ആഹ്വാനം ചെയ്തത്. ഈ മിഷൻ ഞായർ ആചരിക്കുമ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ യുവതലമുറയിൽ നിന്ന് അഭിമുഖീകരിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. എന്തിനാണ് ഇങ്ങനെ പോയി മിഷൻ പ്രവർത്തനമൊക്കെ നടത്തുന്നത്? എന്തിനാണ് പോയി പീഡകളൊക്കെ ഏറ്റുവാങ്ങുന്നത്? നമുക്ക് നമ്മുടെയൊക്കെ സ്ഥലങ്ങളിൽ നിന്നാൽ പോരെ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ യുവതലമുറയിൽ നിന്ന് വരുമ്പോൾ നമുക്ക് വലിയതായിട്ട് നമുക്ക് വേദനിക്കുന്നുണ്ടല്ലോ. കാരണം ഈശോ പറഞ്ഞു, എല്ലാവരോടുമായിട്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. എല്ലാ ക്രൈസ്തവനുമുള്ള പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് തങ്ങൾ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ, ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ, എവിടെയെല്ലാം ആയിരിക്കുന്നു അവിടെയെല്ലാം ഈശോയുടെ സുവിശേഷം പങ്കുവയ്ക്കുക എന്നുള്ളത്. പക്ഷേ ആ ഒരു ദൗത്യത്തെക്കുറിച്ച് ബോധ്യമില്ലാത്തവരായി പോയിരിക്കുന്നു നമ്മുടെ തലമുറ. അതിൻ്റെ പ്രാധാന്യം എന്തെന്നറിയാൻ മേലാതിരായിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സുവിശേഷം, മിഷൻ പ്രവർത്തനം എങ്ങനെ ലോകത്തെ രൂപാന്തരപ്പെടുത്തി എന്നതിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധ തിരിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് ചിലതൊക്കെ നമ്മുടെ തലമുറയ്ക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്, നമ്മുടെ ജനത്തിന് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഞാൻ എൻ്റെ മുമ്പിലുള്ള ഒരു പുസ്തകം, ഞാൻ ഈ സുവിശേഷത്തോടൊപ്പം പുതിയ നിയമത്തോടൊപ്പം എടുത്തിരിക്കുന്നത് ഈ പുസ്തകം തന്നെ ഈ മിഷൻ പ്രവർത്തനത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞു തരുന്നുണ്ട്. ഈ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ ഇതാണ്, മിഷണറിമാരുടെ കേരളം. ഇതൊരിക്കൽ ഇതിനു മുമ്പ് ഒരു സമയത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് എഴുതിയിരിക്കുന്നത് കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ചരിത്രകാരന്മാരിൽ ഏറ്റവും പ്രമുഖരിൽ ഒരാളാണ്. ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് ആണ്. അദ്ദേഹമാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതിൽ എങ്ങനെയാണ് കേരളം മാറ്റപ്പെട്ടത്, ഇന്ന് ജീവിക്കാൻ പറ്റുന്ന മനോഹരമായ സ്ഥലങ്ങളിലൊന്നായിട്ട് കേരളം എങ്ങനെ മാറി എന്നതിനെക്കുറിച്ച് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അവിടെ ജി കാർത്തികേയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുൻ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ അവിടെ പറയുന്നുണ്ട്, കേരളത്തിൻ്റെ നവോത്ഥാന നായകരെല്ലാം ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളുമൊക്കെ ക്രൈസ്തവ ദർശനം തേടാൻ വേണ്ടി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇല്ലാതിരുന്നിട്ട് കൂടി മിഷണറിമാരുടെ സഹായം തേടിയിരുന്നു. മിഷണറിമാരുടെ പാത പിന്തുടർന്നാണ് അവരുടെ സമൂഹത്തിലും സാമൂഹിക പരിഷ്കരണങ്ങളെല്ലാം നടത്തിയത്. അപ്പോൾ ഇതിനെല്ലാം അടിസ്ഥാനമിട്ടത് അച്ചടി, ഭാഷ, സാഹിത്യം, ശാസ്ത്രം എന്നിവയ്ക്കെല്ലാം അടിസ്ഥാനമിട്ടത് മിഷണറിമാരാണ് എന്ന് ഈ പുസ്തകത്തിൽ പറയാണ്. നമ്മളിവിടെ ഒരു കാര്യം കൂടെ ഓർക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. മിഷൻ പ്രവർത്തനം എന്ന് പറയുമ്പോൾ കത്തോലിക്ക സഭയുടെ പ്രവർത്തനത്തോടൊപ്പം തന്നെ നമ്മൾ മറ്റ് പ്രൊട്ടസ്റ്റന്റുകാരുടെയും മറ്റുള്ളവരുടെയും എല്ലാം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നന്ദിപൂർവ്വം അതെല്ലാം നമ്മൾ സ്മരിക്കേണ്ടതുണ്ട്. കേരളത്തിൽ ആദ്യം ഈ മിഷൻ പ്രവർത്തനമെല്ലാം തുടങ്ങുന്നത് പ്രൊട്ടസ്റ്റന്റുകാരാണല്ലോ. ലിയോ 14 പാപ്പായുടെ ആപ്തവാക്യം തന്നെ അതാണല്ലോ, ക്രിസ്തുവിൽ നാം ഒന്ന്. എല്ലാ ക്രൈസ്തവ സമൂഹങ്ങളെയും നമ്മൾ ഒരുമിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ മിഷൻ പ്രവർത്തനത്തിൻ്റെ അതുല്യതയെക്കുറിച്ചും അത് വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് ഈ മിഷൻ പ്രവർത്തനത്തിൻ്റെ മാറ്റം എന്ന് എനിക്ക് പ്രത്യക്ഷമായിട്ട് മനസ്സിലായ ഒരു സംഭവം ഓർക്കുകയാണ്. 8-10 വർഷങ്ങൾക്ക് മുമ്പ് ഉത്തരേന്ത്യയുടെ ഒരു ഗ്രാമം സന്ദർശിക്കാനായിട്ട്, അവിടെ പോകാനായിട്ട് എനിക്ക് ഇടയായി. ഞാൻ അവിടെ പോകുമ്പോൾ ഞാൻ വല്ലാതെ തരത്തിൽ അത്ഭുതപ്പെട്ടു. ഇങ്ങനെ ഒരു സ്ഥലം ഇന്ത്യയിലുണ്ടോ എന്ന് ഞാൻ ആദ്യമാണ് പോകുന്നത്. കാരണം അവിടെ എങ്ങും റോഡുകളില്ല, മൺവഴികളാണ്. അവിടെ വീടിൻ്റെ ഭിത്തികൾ എന്ന് പറയാനൊന്നുമില്ല, കമ്പുകൾ വളച്ചു കെട്ടി വേലികൾ പണിതു വെച്ചിരിക്കുന്നു. അവിടെ വീടിനോട് ചേർന്ന് തന്നെയാണ് തൊഴുത്ത്, വീടിൻ്റെ ഒരു വശത്ത് തൊഴുത്ത്, അവിടെ മൃഗങ്ങളുടെ അപ്പുറത്ത് മനുഷ്യൻ ചെറിയ പായ വിരിച്ച് കിടന്നുറങ്ങുകയാണ്. ഒരുമിച്ച് ഭക്ഷണം പാകം ചെയ്യുന്നത് പോലെ മൃഗവും മനുഷ്യനും എല്ലാം ഒരുമിച്ച് താമസിക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുന്ന ആളൊക്കെ വന്നു കഴിയുമ്പോൾ ചെളിക്കുണ്ടി പോലും മനുഷ്യരെ മുട്ടുകുത്തി നിൽക്കുകയാണ്. അങ്ങനെ ഒരു സ്ഥലം. അവിടെ ഞാൻ ഒരു സ്ഥലത്തുകൂടെ പോകുന്ന സമയത്ത് ഒരു കാഴ്ച കാണുകയാണ്. 2 വീടുകൾ അടുപ്പിച്ചുണ്ട്. ആ വീടുകളൊക്കെ മണ്ണിൽ പണിത് തീർത്തേണ്ട വീടുകളാണ്. പക്ഷെ ഒരു വീട് പുത്തൻ പോലെ തോന്നി. അതിന് ഒരു 10 മീറ്റർ പോലും അകലെയില്ലാത്ത സ്ഥലത്ത് ഒരു വീട് പണിതിരിക്കുന്നു. നോക്കുമ്പോൾ സിസ്റ്റേഴ്സ് കൂടെയുള്ളവർ പറഞ്ഞു തരികയാണ്, ഇപ്പുറത്ത് പ്രായമായി കഴിഞ്ഞാൽ മനുഷ്യരെ അവരുടെ ആ വീടുകളിൽ തന്നെ ഉപേക്ഷിച്ചിട്ട് പുതിയ വീട് വെച്ചിട്ട് അവർ മാറുകയാണ്. അവരുടെ ചിന്ത, ഒരു മനുഷ്യൻ അധ്വാനിക്കാനായിട്ട് ശേഷി കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായ മരണത്തിലേക്ക് പോകണമെന്നാണ്.
അതുകൊണ്ട് ആ വീട് പിന്നീട് അവർ റിപ്പയർ ചെയ്യില്ല. ആ വീടിൻ്റെ ഓലകളൊക്കെ പോയി കഴിഞ്ഞാൽ അതിലൂടെ വെള്ളം വീണ് ഇവർ നനഞ്ഞ് അങ്ങനെ തന്നെ മരിക്കണം, പനിയൊക്കെ പിടിച്ച് അങ്ങനെ തന്നെ മരിക്കണം. ഭക്ഷണം മാത്രം ഇവർ കൊടുക്കും. ഇവർക്ക് രോഗം വന്നാൽ പോലും വലിയ ചികിത്സകളൊന്നും അവർ ചെയ്യില്ല. അപ്പോഴാണ് ഈ മിഷൻ സുവിശേഷത്തിന്റെ സന്ദേശവുമായിട്ട് ഈ മിഷണറിമാർ അവിടെ ചെല്ലുന്നത്. അവരെന്നിട്ട് എന്ന് പറയുന്നു, ഇത് തെറ്റാണ്, പ്രായമായവരെ ശുശ്രൂഷിക്കണം, അവർക്ക് ഞങ്ങൾ മരുന്ന് കൊടുത്തോളാം, ഈ വീട് ഞങ്ങൾ റിപ്പയർ ചെയ്തോളാം. പക്ഷേ അതൊക്കെ അവരുടെ ആചാരങ്ങൾക്ക് എതിരാണെന്നുള്ളത് അവർ ആദ്യമൊക്കെ അവർ ശക്തമായിട്ട് എതിർക്കുന്നു. പക്ഷെ ഇവർ ചെന്നിട്ട് ഈ ഈ സമൂഹത്തിൽ മാറ്റം വരുത്തിയാണ്. യെശയ്യാ പ്രവാചകൻ പ്രവചിക്കുന്നുണ്ടല്ലോ, ഈശോ ജോർദാൻ നദിയിൽ നിന്ന് കയറി വന്ന് ചരിത്രത്തിന്റെ നടുവിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ അഭിഷിക്തനായിട്ട് കയറി വരുന്ന സമയത്ത് യെശയ്യാ പ്രവാചകന്റെ പ്രവചനം, അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം വലിയൊരു പ്രകാശം കണ്ടു, ഒരു പ്രകാശം ഉദയം ചെയ്യുകയാണ്. അപ്പോൾ സുവിശേഷം അന്ധകാരത്തിലേക്ക് പ്രകാശമായിട്ട് ചെല്ലുകയാണ്. അതാണ് മിഷൻ പ്രവർത്തനം. അങ്ങനെയാണ് ലോകം രൂപാന്തരപ്പെട്ടത്. ഉച്ചനീചത്വങ്ങൾ, പ്രാകൃതമായ ആചാരങ്ങൾ, ഇതെല്ലാം മാറ്റപ്പെട്ടത് അങ്ങനെയാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, വില്യം കേറി എന്ന് പറയുന്ന സുവിശേഷ പ്രസംഗകൻ, അദ്ദേഹം മിഷണറി ഇന്ത്യയിൽ വരുന്ന സമയത്ത് അദ്ദേഹം മനസ്സിനെ തകർക്കുന്ന ഒരു കാഴ്ച കാണുകയാണ്. കേവലം 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കുറെ അധികം പേര് കൂടി ഓടിക്കുകയാണ്. എന്തിനാണ്? അവളുടെ ഭർത്താവ് മരിച്ചുപോയി, 40-50 വയസ്സുണ്ട് ആ ഭർത്താവിന്. അങ്ങനെയായിരുന്നു ആ കാലത്തെ കല്യാണങ്ങളൊക്കെ. അപ്പോൾ ഇവളെ ജീവനോടെ പിടിച്ച് കിടത്തി ചിതയിൽ കത്തിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ പോയി 1799 ഈ ദൃശ്യം അദ്ദേഹം കാണുകയാണ്, ഈ കാഴ്ച അദ്ദേഹം കാണുകയാണ്. ഈ പെൺകുട്ടിയെ ബലമായി പിടിച്ചു കൊണ്ടുവന്ന് ഈ തടിക്കഷ്ണങ്ങളുടെ മുട്ടികളുടെ മുകളിൽ കെട്ടിയിട്ട് നെയ്യ് ഒഴിച്ച് കത്തിക്കുകയാണ്. സതി എന്ന് പറയുന്ന പ്രാകൃതമായ ആചാരം. അദ്ദേഹത്തിന്റെ മനസ്സ് അദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റിയില്ല. അദ്ദേഹം പിന്നെ ഇതിന്റെ കണക്കെടുക്കുകയാണ്, കൽക്കട്ടയിലൊക്കെ നടന്ന്. എന്നിട്ട് പിന്നീട് ഹൗസ് ഓഫ് കോമൺസിൽ ലണ്ടനിൽ UK ഇത് അവതരിപ്പിക്കുകയാണ്. അതിൻ്റെ അദ്ദേഹത്തിന്റെ ഫലങ്ങൾ ഭയങ്കരമായ പരിശ്രമ ഫലമായിട്ട്. എന്നിട്ട് ഒരു ഇംഗ്ലീഷുകാരൻ മുമ്പിൽ നിൽക്കുന്നുള്ളൂ, ഇവിടുത്തെ യാഥാസ്ഥിക സമൂഹത്തിന്റെ എതിർപ്പുണ്ടായി. അങ്ങനെയാണ് രാജാറാം മോഹൻ റായിയെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. അവസാനം അശ്രാന്ത പരിശ്രമത്തിന്റെ ഫലമായിട്ട് 1829 വില്യം ബെന്റിക് പ്രഭു സതി എന്നേക്കുമായിട്ട് നിർത്തലാക്കി വിളംബരം ചെയ്യുകയാണ്. നോക്കുക, വേറൊരു സംഭവം ഞാൻ ഓർക്കുന്നത്, ഈ ഒരു സിനിമ ഫേസ് ഓഫ് ദ ഫേസ്ലെസ് എന്ന് പറയുന്ന സിനിമയിലുണ്ടല്ലോ, അവിടെ വാഴ്ത്തപ്പെട്ട റാണി മരിയയോട് ഒരു ഗ്രാമീണ ആദിവാസി സ്ത്രീ ചോദിക്കുന്നുണ്ട്, എന്തിനാണമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഇതുപോലെ പീഡനം അനുഭവിക്കുന്നത്, എന്തിനാണ് മറ്റുള്ളവരുടെ ആക്ഷേപം തേടുന്നത്, ഞങ്ങളിങ്ങനെയൊക്കെ ജീവിച്ചു പൊക്കോളാം എന്ന് പറയുന്ന സമയത്ത് ഈ ഈ റാണി മരിയ സിസ്റ്റർ പറയാണ്, സൂര്യനോട് ആരെങ്കിലും എന്തിനാണ് ഇങ്ങനെ വെറുതെ കത്തിയുരുകി തീരുന്നതെന്ന് ചോദിക്കാറുണ്ടോ? അനേകർക്ക് പ്രകാശം നൽകി, അതാണ് ഞങ്ങളുടെ ജീവിത ദൗത്യം എന്ന് പറയാണ്. വേറൊരു സംഭവം മാതൃഭൂമി ചാനൽ ഒരിക്കൽ പ്രക്ഷേപണം ചെയ്തതാണ്. ഉത്തരേന്ത്യയിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ തെരുവില് ഭക്ഷണങ്ങളെല്ലാം വേസ്റ്റ് കൂട്ടിയിട്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പട്ടികളുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കുഞ്ഞുങ്ങൾ പട്ടികളുമായിട്ട് തന്നെ ബഹളം വെച്ച് ഈ ഭക്ഷണം അതിൽ നിന്നൊക്കെ ചെകഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ഒരു ക്രിസ്ത്യാനിയാണ്, മിഷണറിയാണ്, മനം തകർന്ന് അടുത്ത് എന്ന് ഈ കുഞ്ഞുങ്ങളോട് ചോദിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ പറയാണ്, ഇത് ഞങ്ങളുടെ ജീവിത രീതിയാണ്, ഒരു ദേവിയുടെ ശാപമേറ്റവരാണ് ഞങ്ങൾ, അപ്പൊ ഇങ്ങനെ ജീവിക്കാനാണ് ഞങ്ങൾ വിധിക്കപ്പെട്ടത്. അവസാനം ഈ മനുഷ്യൻ ആ കുടിലുകളിലൊക്കെ ചെന്നിട്ട് അവരുടെ മാതാപിതാക്കളെയൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ആദ്യമൊക്കെ വലിയ എതിർപ്പുണ്ടായി, ബോധ്യപ്പെടുത്തി. അവസാനം ഒരു ബസ്സിൽ അദ്ദേഹം ഒരു പഴയ ബസ് വാങ്ങിച്ച് ആ ബസ്സിൻ്റെ അകത്ത് ഇവർക്ക് ഇത് കൊടുത്തിട്ട് വിദ്യാഭ്യാസം നൽകി. അവസാനം അതിൽ നിന്ന് ഡോക്ടർമാരും IASകാരും ഒക്കെ ഉണ്ടാകുകയാണ്. ഇത് മാതൃഭൂമി ചാനൽ ഒരിക്കൽ പ്രക്ഷേപണം ചെയ്താണ്. ഒരു ജോസഫ് എന്നങ്ങാണ്ടാണ് ആ മിഷണറിയുടെ പേര്. ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ. 1895 95 എമ്മി കാർമൽ എന്ന് പറയുന്ന ഒരു അയർലൻഡുകാരിയായ ഒരു സ്ത്രീ മിഷണറി ഇന്ത്യയിൽ വരുന്ന സമയത്താണ് കാണുന്നത്. തിരുനെൽവേലി, തമിഴ്നാട്ടിൽ തിരുനെൽവേലി 140 പെൺകുട്ടികൾ, 13-15 വയസ്സ് മുതൽ മുമ്പോട്ടുള്ള പെൺകുട്ടികൾ ദേവദാസികളായിട്ട് വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ട് കഴിയുകയാണ്. അതങ്ങനെ ഒരു രീതിയായിട്ട് അതിൽ നിന്ന് ഈ അമ്മ എന്ന് വിളിക്കപ്പെടുന്ന ഈ സ്ത്രീ അവരെയെല്ലാം മോചിപ്പിച്ചു കൊണ്ടുവരികയാണ്. മോചിപ്പിച്ചു കൊണ്ടുവന്നിട്ട് അവസാനം 1953 ഇവർ 83-ാം വയസ്സിൽ മരിക്കുന്ന സമയത്ത് അന്ന് ഈ പുതിയ ജീവിതത്തിലേക്ക് വന്ന ഇവരെല്ലാം കൂടെ ചേർന്ന്, അവരുടെ മക്കളും എല്ലാം കൂടെ ചേർന്ന് ഒരു സ്മാരകമുണ്ടാക്കി
ആ സ്മാരകത്തിൻ്റെ അടുത്ത് വലിയ വിശാലമായിട്ടുള്ള ഒരു ചെറിയ കുളമുണ്ടാക്കിയിരിക്കുകയാണ്. ആ കുളത്തിന് അമ്മ എന്ന് തന്നെ പേരിട്ടിരിക്കുന്നു. അവിടെ പക്ഷികളും എല്ലാവരും കൂടെ വന്ന് പിന്നെ വെള്ളം കുടിച്ച് അങ്ങനെ പോകാൻ വേണ്ടി ഒരു സ്ഥലം സ്മാരകമായിട്ട് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ എത്രയോ വലിയ വലിയ സാമൂഹിക പരിഷ്കരണങ്ങളാണ് പ്രിയപ്പെട്ടവരെ സമൂഹത്തിൽ മിഷനറി പ്രവർത്തനത്തിലൂടെയാണ് കേരളത്തിൽ, ഇന്ത്യയിലും ഒക്കെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിക്കുന്നത്. അച്ചടി ഫ്രാൻസിസ് സേവിയറാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് അച്ചടിച്ചത്. അത് സുവിശേഷമാണ്, അത് ക്രൈസ്തവ സംഹിതകളാണ്. അങ്ങനെ കേരളത്തിൽ ചാവറയച്ചൻ, ഓർക്കുക, ഇവിടെ വസ്ത്ര സ്വാതന്ത്ര്യം, ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ അന്ന് അധസ്ഥിതരായിട്ടുള്ള ആളുകൾക്കൊക്കെ അന്ന് ഈ ചീല ഉടുത്തുകൊണ്ട് മാത്രമേ ക്ലാസ്സിൽ വരാൻ പറ്റുള്ളൂ. മറ്റുള്ളവർക്കൊക്കെയാണ് മറ്റ് വസ്ത്രങ്ങൾ. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയാണ് യൂണിഫോം. ഇന്ന് യൂണിഫോമിൻ്റെയൊക്കെ വലിയ വിഷയങ്ങൾ ഈ പള്ളുരുത്തിയിലൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓർക്കണം. ഈ യൂണിഫോം ഏർപ്പെടുത്തിയത് ചാവറയച്ചനാണ് കേരളത്തിൽ എന്നുള്ളത് ഓർക്കുക. അതുപോലെ ഉച്ചഭക്ഷണം അങ്ങ് കൊണ്ടുവന്നത്. ഇങ്ങനെയുള്ള എത്ര പെൺകുട്ടികൾക്കായിട്ട് ബോർഡിങ്, പെൺകുട്ടികൾക്ക് പഠിക്കാൻ അവസരമില്ലായിരുന്നു. 0.8% മാത്രമായിരുന്നു ഇവിടെ പെൺകുട്ടികളുടെ സാക്ഷരത എന്ന് ഓർക്കുക. ഇന്ത്യയുടെ മുഴുവൻ സാക്ഷരത മിഷണറിമാർ വരുന്നതിന് മുമ്പ് കേവലം 4% നമ്മൾ ഓർക്കണം. നമ്മൾ വലിയ സംസ്കാരത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പോലും 4%. കാരണമുണ്ട്. കാരണം ശൂദ്രൻ എന്ന് പറയുന്നത് നായരാണ്. നായർക്ക് പോലും സംസ്കൃതം കേൾക്കാൻ മേല, വേദം കേൾക്കാൻ മേല, ഉരുക്കി ഒഴിക്കണം എന്ന് പറയുന്ന ഒരു സംസ്കൃത സ്കൂള് ചാവറയച്ചൻ തുടങ്ങുന്നത്. അങ്ങനെയൊക്കെ എന്തെല്ലാം വലിയ സാമൂഹിക പരിഷ്കരണം. ഹോർത്തൂസ് മർമാറിക്കസ് എന്ന് പറയുന്ന ഈ കേരളത്തിലെ സസ്യവിഭവങ്ങളെ കുറിച്ചുള്ള ഇതുപോലെ ഒരു മിഷണറിമാരാണല്ലോ അത് ആ പുസ്തകം എഴുതിയത്. അതുപോലെ നിഘണ്ടു കൊണ്ടുവന്നത്. ഇങ്ങനെയുള്ള ആദ്യത്തെ പത്രം രാജ്യസമാചാരം എന്ന് പറഞ്ഞ സുവിശേഷ പ്രചരണത്തിന്റെ പത്രമായിരുന്നു അത്. പക്ഷെ അതിലൂടെയാണ് പശ്ചിമോദയം, ഇതെല്ലാം രണ്ടാമത്തെ പത്രം, പിന്നീട് ദിനപത്രം ദീപിക എല്ലാ ദിവസവും വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാ തരങ്ങളിലും മാറ്റങ്ങൾ വരുത്തുന്നതിൽ ഈ മിഷണറി പ്രവർത്തനം അതിശക്തമായിട്ടുണ്ടായിരുന്നു എന്നുള്ളവർക്ക് ആ മിഷണറി പ്രവർത്തനത്താലാണ്. അതുകൊണ്ടാണ് മിഷണറിമാർ ലോകം മുഴുവൻ ഒരു കാലത്ത് ആദരിക്കപ്പെട്ടത്. കാരണം ഗവൺമെൻറ്റുകൾക്ക് പോലും അന്ന് നിലനിരുന്ന സംവിധാനങ്ങളെ വെല്ലുവിളിക്കാനോ അത് മാറ്റാനോ അവർക്ക് കഴിയില്ലായിരുന്നു. നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ തീണ്ടാ പലകൾ സ്ഥാപിച്ചിരുന്ന ഗവൺമെൻറ്റുകളാണ്. അവർക്ക് പറ്റില്ല. ഇവിടുത്തെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നായന്മാർക്ക് പഠിക്കാനാകില്ലായിരുന്നു എന്നുള്ള സ്ഥിതി ഓർക്കുക. അപ്പോൾ ഇതെല്ലാം മാറ്റിയത് അതിന് മുമ്പിൽ നിന്ന്. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്, ഈ മിഷണറിമാരില്ലായിരുന്നെങ്കിൽ എനിക്ക് ജംബുകന്റെ സ്ഥിതി വരുമായിരുന്നു. ജംബുകൻ എന്ന് പറഞ്ഞ ശൂദ്രനാണ്, അവൻ പഠിച്ചതിന് അവനെ കൊന്നുകളഞ്ഞു. അപ്പോൾ ഇവരിവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ കൊല്ലപ്പെടാതിരുന്നതെന്നുള്ളതാണ് പരോക്ഷമായിട്ടുള്ള സൂചന. ഇവരെല്ലാം ക്രൈസ്തവ ദർശനങ്ങൾ തേടിയിരുന്നു. ആ ദർശനങ്ങളിൽ നിന്നുകൊണ്ടാണ് അവർക്ക് ഈ മാറ്റങ്ങളെല്ലാം വരുത്താൻ പറ്റിയിരുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ മിഷൻ ഞായർ ആചരിക്കുമ്പോൾ ആ ഒരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതുകൊണ്ട് നമ്മുടെ തലമുറയോട് നമ്മൾ പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് തീർത്തും അറിവില്ലാത്തവരായിട്ട് മാറുന്നു. മിഷൻ പ്രവർത്തനത്തിന് യാതൊരു സംഭാവനയും തരാൻ കഴിയാത്തവരായിട്ട് നമ്മുടെ പല ആളുകളും സമ്പന്നരും ഒക്കെ അവരുടേതായ ലെഗസികൾ പണിഞ്ഞ് പൊക്കി വെക്കാനായിട്ടാണ് ശ്രദ്ധിക്കുന്നത്. അതേസമയത്ത് നമ്മുടെ സഭയെ വളർത്താൻ, സുവിശേഷത്തെ വളർത്താൻ, ഈശോയെ വളർത്താൻ, സംഭാവനകൾ നൽകാൻ, അതിനുവേണ്ടി പ്രയത്നിക്കാൻ താല്പര്യമില്ലാത്തവരായിട്ട് മാറാം. നമ്മുടെ ആദർശങ്ങളെയും നമ്മുടെ സുവിശേഷ ദർശനങ്ങളെയും ഒക്കെ മറ്റു പലതിനും അടിമ വയ്ക്കാനായിട്ട് പോലും തയ്യാറായി നിൽക്കുന്ന സുവിശേഷത്തോടും ഈശോയോടും ആത്മാർത്ഥതയില്ലാത്ത ക്രൈസ്തവ നാമധാരികൾ പോലും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ ഈ സുവിശേഷം വരുത്തിയ അന്യാദൃശ്യമായ മാറ്റം MGS നാരായണനൊക്കെ അദ്ദേഹമൊക്കെ പറയുന്നുണ്ടല്ലോ, കേരളത്തിലെ വിദ്യാഭ്യാസ കമ്പത്തിൻ്റെയും ഉച്ചനീചത്വമില്ലായ്മയുടെയും ഒക്കെ വികാസത്തിൻ്റെ ഒക്കെ അടിസ്ഥാനമിട്ടത് ക്രൈസ്തവ മിഷൻ പ്രൊട്ടസ്റ്റന്റുമാരെ തുടങ്ങി പിന്നീട് കത്തോലിക്ക സമൂഹത്തിലൂടെ വന്ന ആതുര സേവനം. അതുപോലെ CMC മെഡിക്കൽ കോളേജിനെ കുറിച്ച് നമ്മൾ ഓർക്കുന്നു, 1900 കാലഘട്ടത്തിലാണ്. അത് ഇന്ത്യയിൽ ഇപ്പോൾ 3ാം റാങ്കിലാണ്. ആ CMC മെഡിക്കൽ തുടങ്ങുന്നത് നമുക്കറിയാം. സോഫിയ എന്ന് പറയുന്ന ഒരു അമേരിക്കക്കാരി മിഷണറിയാണ്. ഇവിടെ വരുന്ന സമയത്താണ് വീടുകളിൽ പ്രസവിച്ച് മരിച്ചുപോയ ഈ പ്രായം കുറഞ്ഞ അമ്മമാരെ കുറിച്ച് അവർ സങ്കടപ്പെടുക. കാരണം ഒരു പുരുഷന് പോയി ഈ അവരുടെ അച്ഛൻ, അവരുടെ അപ്പൻ ഡോക്ടറാണ്. പക്ഷേ ഇവിടെ നിലനിന്ന സാമൂഹ്യ വ്യവസ്ഥിതിയിൽ സ്ത്രീയെ ശുശ്രൂഷിക്കാൻ പറ്റില്ല.
അവർ പോകാൻ തയ്യാറാകുമ്പോൾ മറ്റുള്ളവർ തടയുകയാണ്. അങ്ങനെ 2-3 പേർ മരിച്ചുപോയി. അങ്ങനെ ആ ഒരു സങ്കടത്തിൽ നിന്നാണ് അവർ പിന്നീട് ഡോക്ടറാവുകയും MBBS എടുക്കുകയും പിന്നെ ഡോക്ടറായി വന്ന് ഈ വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് പോലും സ്ഥാപിക്കപ്പെടുന്നതെന്ന് ഓർക്കുക. അത്തരത്തിലുള്ള എന്തെല്ലാം മാറ്റങ്ങളാണ്. അതിനെക്കുറിച്ചുള്ള ഉത്തമമായ ബോധ്യം ഈ സുവിശേഷത്തിൻ്റെ വെളിച്ചത്താൽ ഈ ലോകം ജീവിക്കാൻ അതെവിടെയൊക്കെ ചെന്നോ അവിടെയെല്ലാം പ്രകാശമായി, അതെവിടെ നിന്നൊക്കെ മാറിയോ അവിടെയെല്ലാം ഇരുളായി. നമ്മൾ UK ഉൾപ്പെടെ ഇപ്പോൾ ലെബനോനിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ. എല്ലാ സ്വാതന്ത്ര്യവും മാറിയാണ്. ക്യൂടെക്സ് ഇടുന്നതിൻ്റെ പേരിൽ പിന്നെ കൈവെട്ടി കളയുന്ന രീതി വരെ മറ്റു പല രാജ്യങ്ങളിൽ വരികയാണ്. പട്ടിയെ വളർത്താൻ മേലെന്നുള്ള രീതിയിൽ UK കഴിഞ്ഞു. ഫത്വകൾ പുറപ്പെടുവിക്കാൻ തുടങ്ങും. ജീൻസ് ഇടാൻ മേലെന്നായി കഴിഞ്ഞു. എവിടെയൊക്കെയാണ് സുവിശേഷത്തിന് വെളിച്ചം കെട്ടുപോകുന്നത് അവിടെയൊക്കെ വലിയ പ്രശ്നത്തിലേക്ക് പോവുകയാണ്. എവിടെയൊക്കെ സുവിശേഷം ചെല്ലുന്നുവോ അവിടെയൊക്കെ പ്രകാശമാനമായ സ്ഥലമായിട്ട് മാറുകയാണ്. അത് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ അതിനെക്കുറിച്ച് അറിയാതെ സങ്കീർത്തനത്തെ പറയുന്ന പോലെ ഇസ്രായേൽ കൊഴുത്തു മല്ലനായപ്പോൾ തിരിഞ്ഞു തൊഴിച്ചു എന്ന് പറഞ്ഞ പോലെ നമ്മളിലൂടെ വളർന്നു വന്ന സമുദായങ്ങൾ പോലും നമ്മളോട് ഇന്ന് വിദ്വേഷജനകമായ രീതിയിൽ പെരുമാറുന്നുണ്ടെന്ന്. നമ്മുടെ തന്നെ ആളുകൾ സഭയിലൂടെ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ വളർന്നു വന്നപ്പോൾ പോലും നമുക്കെതിരായിട്ട് നിൽക്കുന്ന സാഹചര്യമുണ്ട്. നമ്മളവർക്കൊക്കെ പ്രിയപ്പെട്ടവർ, കേരളത്തിൻ്റെ ഒരു 200 വർഷത്തിൻ്റെ ചരിത്രമെടുത്താൽ ക്രൈസ്തവ സഭയുടെ സേവനം കിട്ടാത്ത ഒറ്റ കുടുംബം പോലും അത് ക്രിസ്ത്യാനിയാട്ടെ, മുസ്ലിം ആട്ടെ, ഹിന്ദു ആട്ടെ, ആരും ആട്ടെ, ഒറ്റ കുടുംബം പോലും കേരളത്തിൽ ഉണ്ടാകില്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. അതുകൊണ്ട് ആ തരത്തിൽ ശ്രേഷ്ഠമായ മിഷൻ പ്രവർത്തനത്തെ കുറിച്ച് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു സമയം. Subscribe now and press the bell icon. Never miss an update.